ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 6ാം ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 6ാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലിയിലെ മാതൃഭാഷയും പരിസ്ഥിതിയും എന്ന പാഠഭാഗമാണ്. 1ാമത്തെ യൂണിറ്റിലെ പാഠഭാഗമാണ്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ഇതിൽ പഠിക്കാനുള്ളത്, എന്തൊക്കെയാണ് ഇതിലെ പ്രവർത്തനങ്ങളെന്ന് നമുക്ക് നോക്കാം. മഴയും മലരും മരവും കിളിയുമെല്ലാം മലയാളത്തിൻ്റെ അഴകും കരുത്തുമാണ്. ഇവയെല്ലാം അടങ്ങുന്ന ഒരു ലോകമാണ് മാതൃഭാഷയുടേത്. ഇവയിൽ ചിലതില്ലാതാകുമ്പോഴോ എന്താണ് സംഭവിക്കുക എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ നമുക്കറിയാം, മലയാളം എന്ന് പറയുന്നത് കേരളത്തിൻ്റെ ഭാഷയാണല്ലേ. ഒരുപാട് പ്രകൃതിയുമായി ഇണങ്ങിയിട്ടുള്ള ഒരു ഭാഷ കൂടെയാണ് മലയാളം. അപ്പോൾ നമുക്ക് നോക്കാം മാതൃഭാഷയും പരിസ്ഥിതിയും. മാതൃഭാഷയും മറ്റു ഭാഷകളും തമ്മിൽ പ്രവർത്തനത്തിൽ വലിയ അന്തരമുണ്ട്. മാതൃഭാഷ ഒരു ആവാസ വ്യവസ്ഥ കൂടിയാണ്. മാതൃഭാഷയിലൂടെയാണ് ഏതൊരാൾക്കും ഒരു പരിസര ജീവിതം ഉണ്ടാകുന്നത്. ഒരാളുടെ പരിസ്ഥിതി ബോധം നിലനിൽക്കുന്നതും പ്രവർത്തിക്കുന്നതും അയാളുടെ മാതൃഭാഷാ പദസമൂഹത്തിലൂടെയാണ്. തെങ്ങ് എന്ന വൃക്ഷത്തൈ എടുക്കുക. തെങ്ങുമായി ബന്ധപ്പെട്ട് വിപുലമായ ഒരു പദകോശം മലയാളത്തിലുണ്ട്. തെങ്ങ്, ഓല, പട്ട, ഈർക്കിൽ, കൊതുമ്പ്, കോഞ്ഞാട്ട, വെള്ളക്ക, കരിക്ക്, ഇളനീര്, പൊങ്ങ്, കൊപ്ര, വെളിച്ചെണ്ണ, ചിരട്ട, ചകിരി, മടൽ എന്നിങ്ങനെ നീണ്ടുപോകുന്നു ആ പദസമൂഹം. അപ്പോൾ നമ്മൾ പറഞ്ഞു, മലയാള ഭാഷ എന്ന് പറയുന്നത് കേരളത്തിലാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതലുള്ളത് എന്താണ്? തെങ്ങാണ് അല്ലേ, കേരമാണ്, കേരവൃക്ഷങ്ങളാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ഒരുപാട് പദശേഖരം നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഇനി ഈ വാക്കുകൾക്ക് തുല്യമായി ഒരു പദസമൂഹം അന്യഭാഷയിൽ ഉണ്ടാകണമെന്നില്ല. ഉണ്ടെങ്കിൽ തന്നെ അവ പ്രയോഗിക്കാൻ അവസരവുമില്ല. നമ്മുടെ വീടിൻ്റെ പരിസരങ്ങളിൽ ധാരാളം ഔഷധ സസ്യങ്ങളുണ്ട്. പഴമക്കാർക്ക് അവയുടെ പേരും പ്രയോഗവും പരിചയമുണ്ടായിരുന്നു. പേരും സസ്യവും തമ്മിൽ ബന്ധിപ്പിക്കാനുള്ള അറിവ് ഇല്ലാതാകുന്നതോടെ ആ സസ്യം തന്നെ അവഗണനയിലേക്ക് പോകുന്നു. പേരും ഔഷധ ഗുണവും അറിയാത്തത് കൊണ്ടാണ് നമ്മുടെ ചുറ്റുപാടുമുള്ള ഔഷധ സസ്യങ്ങളെ നാം നശിപ്പിച്ചു കളയുന്നത്. അങ്ങനെ നമ്മുടെ പദശേഖരത്തിലെ കുറവ് പരിസ്ഥിതിയെ നേരിട്ട് തന്നെ ബാധിക്കുന്നു. നമ്മുടെ മനസ്സിൽ ആശയങ്ങൾ തെളിഞ്ഞു വരുന്നത് തന്നെ ഭാഷയിലൂടെയാണ്. പരിസ്ഥിതിയുടെ കാര്യത്തിലാവുമ്പോൾ ഏതെങ്കിലും ഭാഷയുമായല്ല, മാതൃഭാഷയുമായാണ് അത് ബന്ധപ്പെട്ട് നിൽക്കുന്നത്. പരിസ്ഥിതി നിലനിൽക്കുന്നത് മിക്കവാറും മാതൃഭാഷയിൽ തന്നെയാണ്. പരിസ്ഥിതി സംരക്ഷണത്തിനുള്ള ഒരു പ്രധാന മാർഗം മാതൃഭാഷയുമായുള്ള ബന്ധം ബലപ്പെടുത്തുക എന്നതാണ്. ഡോക്ടർ വത്സൻ വാതുശ്ശേരി എഴുതിയതാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു, മലയാളത്തിൽ ഒരുപാട് പദശേഖരങ്ങളുണ്ട് അല്ലേ. പലതും ഈ വൃക്ഷങ്ങളുമായിട്ടും പരിസ്ഥിതിയുമായിട്ടും നമ്മൾ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ അതൊക്കെ ഇല്ലാതായി കഴിഞ്ഞാൽ ആ പദശേഖരം തന്നെ ഇല്ലാതാകും. മാത്രമല്ല, പരിസ്ഥിതിയെ നന്നായി മനസ്സിലാക്കണമെങ്കിൽ അതിൻ്റെ ഇത്തരത്തിലുള്ള വാക്കുകളിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കേണ്ടത്. എങ്കിലാണ് നമുക്ക് പരിസ്ഥിതി എന്താണെന്നും അത് എത്രത്തോളം പ്രാധാന്യമുള്ളതാണെന്നും അത് സംരക്ഷിക്കണമെന്നുമുള്ള ബോധം നമുക്ക് ഉണ്ടാവുകയുള്ളൂ. ഇനി നമുക്കിതിലെ പ്രവർത്തനങ്ങൾ നോക്കാം. വായിക്കാൻ പറയാം എന്നതാണ് 1ാമത്തെ പ്രവർത്തനം. 1ാമത്തെ ചോദ്യം, തെങ്ങിൻ്റെ നാശം ഭാഷയെ എങ്ങനെ ബാധിക്കുമെന്നാണ് പാഠഭാഗത്തിൽ പറയുന്നത്. എങ്ങനെയാണ്? ഓല, കൊപ്ര, വെളിച്ചെണ്ണ തുടങ്ങിയ തെങ്ങുമായി ബന്ധപ്പെട്ട മലയാളത്തിൽ ഉപയോഗിക്കുന്ന വാക്കുകളുടെ ഉപയോഗം കുറയും. അങ്ങനെ ഭാഷയുടെ പദശേഖരത്തിൽ കുറവ് വരികയും ഭാഷയ്ക്ക് കേട് സംഭവിക്കുകയും ചെയ്യും എന്നാണ് പറയുന്നത്. ഒന്നുകൂടെ പറയാം. ഓല, കൊപ്ര, വെളിച്ചെണ്ണ തുടങ്ങിയ തെങ്ങുമായി ബന്ധപ്പെട്ട മലയാളത്തിൽ ഉപയോഗിക്കുന്ന വാക്കുകളുടെ ഉപയോഗം കുറയും. അങ്ങനെ ഭാഷയുടെ പദശേഖരത്തിൽ കുറവ് വരികയും ഭാഷയ്ക്ക് കേട് സംഭവിക്കുകയും ചെയ്യും. 2ാമത്തെ ചോദ്യം, പരിസ്ഥിതി സംരക്ഷണത്തിനുള്ള ഒരു പ്രധാന മാർഗം എന്താണ്? എന്ത് ചെയ്താൽ മതി എന്നാണ് പറയുന്നത്? മാതൃഭാഷയുമായി നല്ല ബന്ധം നിലനിർത്തുകയും അതുവഴി പരിസ്ഥിതിയെ നന്നായി മനസ്സിലാക്കാനും സംരക്ഷിക്കാനും നമുക്ക് കഴിയുകയും ചെയ്യും. അങ്ങനെയാണ് നമ്മൾ പരിസ്ഥിതിയെ സംരക്ഷിക്കേണ്ടത്. ഇനി 2ാമത്തേത്, ഇല്ലാതാവുന്ന വാക്കുകൾ. മാതൃഭാഷയും പരിസ്ഥിതിയും എന്ന ലേഖനം വായിച്ചല്ലോ. നിങ്ങളുടെ നാട്ടിലെ സസ്യങ്ങൾ, പക്ഷികൾ, കൃഷി, ആഹാരം തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട് മുമ്പ് പ്രചാരത്തിലുണ്ടായിരുന്ന വാക്കുകൾ മുതിർന്നവരോട് ചോദിച്ച് കണ്ടെത്തും. അവ ഇപ്പോൾ ഉപയോഗത്തിലുണ്ടോ? ഇല്ലെങ്കിൽ അതിന് കാരണങ്ങൾ എന്തെല്ലാമാവും? ഗ്രൂപ്പുകളായി തിരിഞ്ഞ് നിങ്ങളുടെ കണ്ടെത്തലുകളും ക്രമീകരിച്ച് ചുമർ പത്രിക തയ്യാറാക്കൂ. ചിത്രങ്ങൾ വരച്ചു ചേർത്തും ഉചിതമായ പേര് കൊടുത്തും നിങ്ങളുടെ പത്രിക ഭംഗിയാക്കുമല്ലോ. തയ്യാറാക്കിയ ചുമർ പത്രികകൾ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെക്കണേ. അപ്പോൾ നിങ്ങൾ വീട്ടിലെ മുതിർന്നവരോട് ചോദിക്കുക. ചിലപ്പോൾ നിങ്ങളുടെ ആ നാട്ടുപ്രദേശവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് വാക്കുകൾ പണ്ടുണ്ടായിരിക്കും, പക്ഷെ ഇന്ന് ഉപയോഗിക്കുന്നുണ്ടാവില്ല. അപ്പോൾ അത് അവരോട് ചോദിച്ച് മനസ്സിലാക്കുക. എന്തുകൊണ്ടാണ് ഉപയോഗിക്കാത്തത് എന്നുള്ളതും മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. ഇനി
ഇതിലെ മൂന്നാമത്തെ പ്രവർത്തനം പോസ്റ്ററാണ്. മാതൃഭാഷയുടെ പ്രാധാന്യം സൂചിപ്പിക്കുന്ന ഒരു പോസ്റ്റർ തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം ഫെബ്രുവരി 21 ലോക മാതൃഭാഷാ ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് പോസ്റ്ററുകൾ നമ്മൾ സ്കൂളുകളിലൊക്കെ തയ്യാറാക്കാറുണ്ട്. അത് തന്നെ നിങ്ങൾക്ക് ഇവിടെ തയ്യാറാക്കാവുന്നതാണ്. അപ്പോൾ മാതൃഭാഷയുമായി ബന്ധപ്പെട്ടില്ലെങ്കിൽ മലയാളവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു ചിത്രം വരച്ചു കൊടുക്കുക. അതിനുശേഷം എന്തെങ്കിലും ഒരു കോഴ്സ് എഴുതുക. അപ്പോൾ ഇവിടെ എഴുതിയത് വായിക്കാം. മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ, മർത്തിന് പെറ്റമ്മ തെൻ ഭാഷതാൻ, മാതാവിൻ വാത്സല്യ ദുഗ്ധം പകർന്നാലേ പൈതങ്ങൾ പൂർണ്ണ വളർച്ച നേടൂ എന്നാണ് പറയുന്നത്. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് മാതൃഭാഷയുമായി ബന്ധപ്പെട്ട് വേറെ എന്തെങ്കിലും എഴുതാം. മാതൃഭാഷയില്ലാതെ സംസ്കാരവും അറിവും ഉണ്ടാവില്ല, ഒരു ഭാഷ ഭരിക്കുമ്പോൾ ഒരു ലോകം മിണ്ടാതാകുന്നത് തുടങ്ങിയ കോഴ്സും നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു പാഠഭാഗം എന്ന് പറയുന്നത്. ഇനി അടുത്ത പാഠഭാഗം ശന്തനുവിൻ്റെ പക്ഷികൾ എന്നുള്ളതാണ്. നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.